എറണാകുളം ബസ് സ്റ്റേഷനെ പറ്റിയിട്ട് വളരെ കാലമായിട്ടുള്ള ചില പരാതികളുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സന്ദർശിച്ചപ്പോൾ നിങ്ങളെല്ലാം കണ്ടതാണ്. വളരെ ദുസ്സഹമായ സാഹചര്യമാണുള്ളത്. ഡ്രെയിനേജും ആ ഓടയിൽ പോകുന്ന മലിനജലവും എല്ലാം കൂടി യാത്രക്കാർക്ക് എലിപ്പനി പോലുള്ള അസുഖങ്ങളൊക്കെ വരുത്തുകയുള്ള വളരെ മോശമായ സാഹചര്യമാണുള്ളത്. അവിടെ ജീവനക്കാർ വളരെ കഷ്ടപ്പെടുകയാണ്. വർക്ക്ഷോപ്പിലെ ജീവനക്കാരൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് അവർ വണ്ടിയുടെ അടിയിലൊക്കെ കിടന്ന് പണിയാന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ്. ഭയങ്കര ദുർഗന്ധവും. അതിനൊരു പരിഹാരം കാണണം എന്നെന്തായാലും തീരുമാനിച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് KSRTC കുറച്ച് പണം ചെലവഴിക്കും. ഞങ്ങളൊരു പ്രോജക്റ്റ് തയ്യാറാക്കണം. ഇതൊരു വിദഗ്ധ സംഘത്തിൻ്റെ പഠനമൊന്നുമല്ല, പ്രായോഗിക ബുദ്ധി ഉപയോഗിച്ച് ചെയ്യാമെന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ വരുന്ന വെള്ളത്തെ എങ്ങോട്ട് പമ്പ് ചെയ്ത് കളയുന്നതാണ്. അങ്ങനെ ചുറ്റുപാടും വെള്ളം പൊങ്ങിയാണ്. ഈ ബസ് സ്റ്റേഷൻ മാത്രമല്ല, തോടുകൾ, തൊട്ടടുത്തുള്ള തോടുകളും റോഡും എല്ലാം, അടുത്ത് കിടക്കുന്ന സ്റ്റേഡിയവും എല്ലാം വെള്ളത്തിൽ മുങ്ങാണ്. അപ്പോൾ അത് എങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്നുള്ള കാര്യത്തിലാണ് നമ്മളൊരു ആലോചന നടത്തണം. KSRTCയുടെ CMDയും മറ്റൊരു എഞ്ചിനീയറിംഗ് ടീമും ഇരുന്നിട്ട് പ്രാക്ടിക്കലായിട്ടുള്ളൊരു പരിഷ്കാരം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ബസ് സ്റ്റാൻഡിനകത്ത് ഹൈറ്റ് പൊക്കുമ്പോൾ മേളിൽ ബീമിൽ തട്ടും. അപ്പോൾ ബീമിനെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ അവർ നോക്കിയിട്ട് നല്ല വിദഗ്ധരായ എഞ്ചിനീയർമാർ നമ്മൾ വെളിയിൽ നിന്നും സജഷൻ സ്വീകരിച്ചുകൊണ്ട് ഏതായാലും പണിയും അനാവശ്യമായ എല്ലാ ടോയ്ലറ്റും ആദ്യം പൊളിച്ച് കളയും. അത്യാവശ്യമുള്ള നല്ല ടോയ്ലറ്റ് 1-2 മെയിൻറ്റെയിൻ ചെയ്യും. അത് വളരെ നല്ല നിലയിൽ മെയിൻറ്റെയിൻ ചെയ്യും. KSRTC ഒരു ഹൗസ് കീപ്പിംഗ് ബസ് സ്റ്റേഷനുകളെല്ലാം, ഇത് മാത്രമല്ല, എല്ലാ ബസ് സ്റ്റേഷനും അതിൻ്റെ ടോയ്ലറ്റുകളും എല്ലാം വൃത്തിയായി സൂക്ഷിക്കുന്നതിനുള്ള ഒരു 1 ടൈം വൃത്തിയാക്കലുണ്ടാകും. അതിനുശേഷം അത് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം, ഒരു ഹൗസ് കീപ്പിംഗ് സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. മിക്കവാറും ഉടനെ തന്നെ നടപ്പിൽ വരും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിനുള്ള ഒരു ഇൻ്റർവ്യൂ നടത്താൻ വേണ്ടി ആളെ ക്ഷണിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം വരും. ഹൗസ് കീപ്പിംഗ് രംഗത്ത് പരിചയമുള്ളവരെയാണ് എടുക്കുന്നത്. അങ്ങനെയുള്ളവരെ ഇതെല്ലാം നമ്മൾ എല്ലാ ഡിപ്പോയിലും സ്ത്രീ ജീവനക്കാരും പിന്നെ പുരുഷന്മാരായ ജീവനക്കാരും എല്ലാം ചേർന്നുകൊണ്ട് ഒരു ടീമുണ്ടാക്കും. ഹൗസിങ്ങിനൊരു ടീമുണ്ടാക്കും. ഹൗസ് കീപ്പിങ്ങിന് വേണ്ടി ഒരു ടീമുണ്ടാക്കും. ആ ടീം അതാ സ്ഥലങ്ങളിൽ മോണിറ്റർ ചെയ്യും. സെൻട്രലൈസ്ഡ് ചില ആളുകൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടി വരും. അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എങ്ങനെ വേണം എന്നൊക്കെ, അത് കീപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാനാണ്. ജീവനക്കാർക്കുള്ള സൗകര്യങ്ങൾ അതിൻ്റെ മുകളിലത്തെ കെട്ടിടം ഒന്ന് നവീകരിക്കും. കെട്ടിടം പൊളിച്ചിപ്പോൾ പണിയാൻ അത് നമുക്ക് വರ್ತല്ല. അതിനൊന്ന് റിപ്പയർ ചെയ്ത് നല്ല മനോഹരമാക്കി എടുക്കും. അതിൻ്റെ എലിവേഷനൊക്കെ ഒന്ന് മാറ്റി രസകരമായ കാഴ്ച അവിടെ ഉണ്ട്. അവിടെ 2 പടം വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് കളിയാക്കാൻ വരച്ച പടമാണെന്ന് വരയ്ക്കാൻ അനുവാദം കൊടുത്തവർക്ക് മനസ്സിലായില്ല. മുട്ടറ്റം വെള്ളത്തിൽ 2 പേര് നിൽക്കുന്ന ഫോട്ടോയാണ് അവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. പക്ഷെ വരച്ച ആളിന് ആ ബുദ്ധി ഉണ്ടായിരുന്നു. പക്ഷേ അനുവാദം കൊടുത്ത ആൾ ആരായാലും ഇതറിഞ്ഞില്ല എന്നുള്ളതാണ്. ഒരു ആർട്ടിസ്റ്റ് ആയിട്ടായിരിക്കും എനിക്കത് പണ്ടോ മനസ്സിലായത്. ഏതായാലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പരമാവധി ശ്രമിക്കും. ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ശ്രമിക്കും. പ്രതീക്ഷിക്കാൻ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഈ വിഷയത്തിൽ എഴുതി അറിയിക്കണം. കാരണം ഞങ്ങളൊരു ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും സ്വീകരിക്കും. എനിക്ക് മെയിലിലൂടെ എന്നെ അറിയിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ ഓഫീസിലേക്ക് കത്തെഴുതിയിടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞാനത് തീർച്ചയായിട്ടും നിങ്ങൾ അയക്കുന്ന സജഷൻസ് ആ ചർച്ചയിൽ, വിദഗ്ധരുമായി നടന്ന ചർച്ചയിൽ പരിഗണിക്കും. അത് നിങ്ങളുടെ കൂടെ സഹകരണം ഞാൻ ചോദിക്കണം. ഇതൊരു കീറാമുട്ടിയാണ്. അതിനെ എങ്ങനെ പരിഹരിക്കുക? നാളെ ഇതെല്ലാം പൈസ എല്ലാം ചെലവാക്കി വീണ്ടും വെള്ളം വന്നാൽ, ഇത്രയും പൈസ ചിലവാക്കിയിട്ട് വീണ്ടും വെള്ളം വന്നാൽ, അതുകൊണ്ട് വരാതിരിക്കാൻ നിങ്ങൾ കഴിയുന്ന ബുദ്ധികൾ, തൊട്ടടുത്ത് താമസിക്കുന്നവർക്കാണെങ്കിൽ ഒരു പക്ഷേ കൊച്ചിയിലുള്ളവർക്കും എറണാകുളത്തുള്ളവർക്കും കുറച്ചുകൂടി അറിയാൻ പറ്റും എന്താണ് ഇതിൻ്റെ കുഴപ്പം. ഞാനിവിടത്തുകാരനല്ല, എൻ്റെ ഒരു ഭൂപ്രകൃതി അറിയാത്തതുകൊണ്ടാണ്. ഏതായാലും അത് പഠിക്കുന്നുണ്ട്. ഈ റെയിൽവേയുടെ അടിയിൽ കൂടി വെള്ളം കൊണ്ടുപോയി വേറൊരു തോട്ടിൽ ചാടിക്കാമെന്ന് കോർപ്പറേഷനിലെ എഞ്ചിനീയർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ റെയിൽവേയുടെ പെർമിഷൻ വാങ്ങിക്കും. ഇത് നമ്മൾ ഡിസൈനായി കഴിഞ്ഞാൽ റെയിൽവേയുടെ പെർമിഷന് വേണ്ടി അപ്ലൈ ചെയ്യും. റെയിൽവേ പെർമിഷൻ തരാം. അവിടെ അടിയിൽ തുറക്കുന്നില്ല. അവിടെ ഒരു കൾവെട്ടുണ്ട്. കൾവെട്ടിൻ്റെ അടിയിൽ കൂടെ അപ്പുറത്ത് പൈപ്പ് കയറ്റുക എന്നുള്ള, വെള്ളം പമ്പ് ചെയ്ത് കളയാനൊരു സ്ഥലമില്ല. നമുക്കറിയാം, ഇവിടെ എറണാകുളത്തുള്ളവർക്കറിയാം, അതിൻ്റെ ചുറ്റും വെള്ളം അങ്ങ് പൊങ്ങാൻ, വെള്ളം എല്ലാം കൂടെ നടുക്ക് ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് വരിക. പക്ഷേ റോഡ് പൊങ്ങി, പാലം വന്നു, ഏതാണ്ട് ഇപ്പോൾ കുറേ ദൂരം വരെ വെള്ളം വന്ന് നിറയുകയാണ്. അത് നോക്കിയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഒരു പരിഹാരം കാണാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അസാധ്യമായി ഒന്നുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സാധിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം.